വഖഫ് ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികളുടെ റിലേ നിരാഹാര സമരം ഇന്ന് 32ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രദേശത്തെ 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുവാനാണ് ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. സമരത്തിന് പിന്തുണയുമായി തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസും ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ ഇന്ന് സന്ദർശിച്ചു. വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ ആവശ്യം. അതേസമയം മുനമ്പം ജനത നീതിക്ക് നിരക്കാത്ത കാര്യമാണോ ചോദിക്കുന്നത് എന്ന് സമരമുഖത്ത് പ്രസംഗിക്കവേ പാംപ്ലാനി പിതാവ് ചോദിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നീതിക്ക് വേണ്ടി, അതായത് പിറന്ന മണ്ണിൽ ജീവിക്കാൻ പണം കൊടുത്ത് ആധാരം ചെയ്ത് പട്ടയ അവകാശമുള്ള ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് കുടിയിറക്കപ്പെടാതിരിക്കാനുള്ള റവന്യൂ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനത 32 ദിവസമായി ഉപവാസം ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമവാഴ്ചയുള്ള ഒരു സംവിധാനത്തിന് അപമാനകരമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇവിടെ പാവപ്പെട്ട മനുഷ്യന്റെ സങ്കടങ്ങളോട് സംവദിക്കാൻ സർക്കാരുകൾക്ക് കഴിയാതെ പോകുന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടെ നിയമവും കോടതിയും സംവിധാനങ്ങളും ഒക്കെയും നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കയ്യൂക്കുള്ളവന്റെ കരുത്തിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനുള്ള സംവിധാനങ്ങളല്ല. ഓർക്കുക, ഈ ജനത ചോദിക്കുന്നത് അന്യായമായ ഏതെങ്കിലും കാര്യമാണ് എന്ന് ഇവിടുത്തെ ഒരു നേതാവും നാളിതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് വരുത്തുന്ന കാലവിളംബം അത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. മുനമ്പത്തെ പ്രിയപ്പെട്ട ജനതയെ, നിങ്ങൾ ഈ കുടിയിറക്ക് ഭീഷണിയെ നേരിടുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. പക്ഷേ മലബാറിലെ കുടിയേറ്റ ജനതയുടെ, മലയോര ജനതയുടെ പ്രതിനിധികളാണ് ഞങ്ങള്. 1950 മുതൽ വിവിധങ്ങളായ കുടിയിറക്ക് സമരങ്ങളെ നേരിട്ടതിന്റെയും ഐതിഹാസികമായ വിജയം നേടിയതിന്റെയും പിൻബലമുള്ള ഒരു സമൂഹമാണ് നിങ്ങളോട് പറയുക. നാം ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുമെന്ന് മാത്രമല്ല, നമുക്ക് അവകാശപ്പെട്ട 1 ഇഞ്ച് ഭൂമിയും ആർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയുമില്ല എന്നുള്ളത് നിങ്ങളോടൊത്തുള്ള ഈ മലയോര ജനതയുടെ പ്രഖ്യാപനമാണ്. കാരണം വെടിക്കെട്ടുകാരന്റെ നായയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞതാണ്. കർണാടക സർക്കാർ, നിജലിംഗപ്പ സർക്കാരിന്റെ കാലത്തെ കുടിയിറക്കിനെ ഉൾപ്പെടെ ചെറുത്തു തോൽപ്പിച്ച ഐതിഹാസികമായ സമരത്തിന്റെ ചരിത്രം ഈ മലയോര ജനതയ്ക്കുണ്ട്. ഞങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട തീരദേശ ജനതയെ, നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴുള്ള ഈ ദുഃഖം അനേകവട്ടം ഇതിന്റെ 10 മടങ്ങ് തീവ്രതയില്, തീഷ്ണതയില് അനുഭവിച്ചതിന്റെ ആത്മബലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് പോലും ഒരു പോറല് പോലും ഏൽക്കാതെ, നിങ്ങളുടെ അവകാശപ്പെട്ട ഒരു തരി മണ്ണ് പോലും നഷ്ടമാകാതിരിക്കാൻ ഞങ്ങൾ എല്ലാവരും, എന്ന് പറഞ്ഞാൽ അത് ജാതിയുടെയും മതത്തിന്റെയും വിഷയമായി പലരും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ ഏത് ജാതിയുടെ, ഏത് മതത്തിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെയും ഭരണഘടനാപരമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെയും നാവിൽ നിന്ന് വർഗീയതയുടെ ചുവകലരുന്ന പ്രസ്താവനകൾ വരുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. അത് നാടിന്റെ നന്മയെ പിറകോട്ടടിക്കുന്ന നിലപാടുകളാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ന്യൂനപക്ഷത്തിന്റെ ഉത്തരവാദിത്തമുള്ള ബഹുമാനപ്പെട്ട മന്ത്രി പറയണം, ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ജനതയും ന്യൂനപക്ഷത്തിന്റെ ഭാഗമാണ്. ഈ ജനതയുടെ അവകാശം കൂടി സംരക്ഷിക്കാനാണ് അങ്ങയെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാക്കി ഈ സംസ്ഥാനം നിയോഗിച്ചിരിക്കുന്നത് എന്ന വസ്തുത വിസ്മരിക്കരുത്. അത് വിസ്മരിച്ചുകൊണ്ടുള്ള സംസാരമാണ് പലപ്പോഴും
കഷ്ടതയും വ്യഥയും അനുഭവിക്കുന്ന മനുഷ്യരെ ജാതിയും മതവും വേർതിരിച്ച് അവരെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്, അത് ഭരണഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലപാടുകളാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.